ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പുതിയ ഐറ്റം ആയിട്ടാണ് വരുന്നത്. പുതിയ ഐറ്റം എന്ന് പറയാൻ പറ്റില്ല, ഇത് ശരിക്കും പഴയ ഐറ്റമാണ്. പഴയ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇത് ധാരാളം കിട്ടുമായിരുന്നു. പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ഇതൊക്കെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുള്ള ആ മണവും ആ സംഗതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇത് ഇലയിലാണ് ഈ സാധനം പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. നമ്മൾക്കിത് ആവിയിൽ പുഴുങ്ങിയ സംഗതിയൊക്കെ നമുക്കിത് കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് ശരിക്കും ആവിയിലല്ല, ഇത് നമ്മൾ ഓട്ടിനകത്ത്, അതായത് മണ്ണ് കൊണ്ടുള്ള പാത്രത്തിൻ്റെ അകത്ത് നമ്മൾ ചുട്ടെടുക്കുകയാണ് ഇത്. അപ്പം ഇത് ഒന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് പ്രത്യേകിച്ച് തൃശ്ശൂരൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക. ഇത് നല്ലൊരു ഐറ്റമാണ്, നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ധാരണ. എന്തായാലും ഞാനിത് ചെയ്തപ്പോൾ വീടിൻ്റെ അകത്ത് നിറച്ച് ഇതിൻ്റെ മണം കൊണ്ട് നിറഞ്ഞു. എനിക്ക് നല്ല എൻജോയബിൾ ആയിട്ടുള്ള ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം ചെയ്യുകയാണ്. ഒന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മളിതിനാവശ്യമുള്ള അരിപ്പൊടി എടുക്കുകയാണ്. 2 സ്കൂപ്പ്, 2 3 സ്കൂപ്പ് എടുക്കുക. നമ്മുടെ ഇത് നാടൻ പലഹാരമാണ്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടാക്കുകയും കഴിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു പലഹാരമാണ്. ഞാൻ കയ്യിൽ, അതായത് 5 സ്കൂപ്പ് പൊടിയെടുക്കും. പൊടി എല്ലാം അതെടുത്തു. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള സ്വല്പം ഉപ്പ് ചേർക്കുക. ഞങ്ങൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി വയ്ക്കാറുള്ള പലഹാരമാണ്. നമ്മൾ ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് ചേർക്കും. പിന്നെ ഇതിനൊരു ഇതുണ്ട്, ഏലക്ക പൊടിച്ചത്. ഏലക്ക പൊടിച്ചത് ചേർക്കും. നല്ലൊരു മണമൊക്കെ വരുത്താൻ പറ്റും. അതുപോലെ ജീരകം ചേർത്തു. പിന്നെ ഇതിനകത്തേക്ക് ചിരകിയെടുത്ത തേങ്ങ ചേർത്തു. ഒരു സ്കൂപ്പ് തേങ്ങ ചേർത്തു. ഇതിനകത്തേക്ക് നമ്മളിതിനെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യും. ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കും. നമ്മളിത് ഇളക്കിയെടുക്കുകയാണ്. ഇളക്കിയെടുത്ത് ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ചേർക്കണം. ഇതിന് കുഴച്ചെടുക്കാനായിട്ട് 2 സ്കൂപ്പ് വെള്ളം ചേർക്കുക. എന്നിട്ട് ഇത് ശരിക്കും നല്ല അടയുടെ പരുവത്തിൽ, നമ്മൾ ഉണ്ടാക്കുന്ന അട തന്നെയാണ് ആ അടയുടെ പരുവം. പൊടിയും ശർക്കരയും അരിപ്പൊടിയും ശർക്കരയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു നല്ലൊരു മണം വന്നു തുടങ്ങിയിട്ട് ഇത് ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ സ്കൂള് വിട്ട് വീടിൻ്റെ പടി കടന്നങ്ങോട്ട് അതായത് വീട്ടിലേക്ക് എത്തുമ്പോൾ മിക്കവാറും ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമൊക്കെ ആയിരിക്കും. അപ്പം മണം നമുക്ക് ശരിക്കും കിട്ടും. അപ്പം തന്നെ നമ്മൾ ഹാപ്പി ആയിട്ടാണ് വരിക. അത് രസമാണിത്, ഭയങ്കര നല്ലൊരു രസമായിട്ടുള്ള സംഭവമാണ്. വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സംഭവമാണ്. ഇന്നിപ്പോൾ ഇങ്ങനെ ലോക്ക്ഡൗണിലൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പം ഒരു ഓർമ്മ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓർമ്മ പുതുക്കലാണ്. ഒരു ഓർമ്മ പുതുക്കലായിട്ടത് കണക്ക് കൂട്ടിയാൽ മതി. ഇത് തെക്കൻ കേരളത്തിലേക്ക് അധികം പറ്റില്ല, ഈ പലഹാരങ്ങൾ അങ്ങനെ ഇല്ല. ഇത് നമ്മുടെ തൃശ്ശൂർ സൈഡിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇതുള്ളത്. ഇപ്പം നമ്മുടെ ഇവിടേക്ക് ഉണ്ടോ, ഈ സൗത്ത് കേരളയിലേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഇത് സെൻട്രൽ കേരളയിൽ ഇത് നന്നായിട്ട് സംഭവത്തിന്. ഇവിടെ ഈ സൗത്ത് കേരളയിൽ ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതാണ്. അതേസമയം ഇത് സെൻട്രൽ കേരളയിൽ അല്ലെങ്കിൽ തൃശ്ശൂരിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ
ഇത് ഓട്ടടയിൽ ചുട്ടെടുക്കുകയാണ്. കലത്തിൻ്റെ ഇതുണ്ട്, അതിനകത്ത് ചുട്ടെടുക്കുക ഈ സാധനം. അവിടെയാണ് ഇവൻ്റെ ടേസ്റ്റ്. അതായത് വാഴയിലയിൽ ഈ സാധനം ചുട്ട് തന്നെ ഒരു ടേസ്റ്റ്, ഒരു മണമുണ്ട്. അത് സഹിക്കാൻ പറ്റാത്തൊരു മണമാണ്, നല്ല രസകരമായിട്ടുള്ളൊരു മണമാണ്. ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് ഈ ഒരു പരുവം കണ്ടോ, ഇങ്ങനെ ഈ ഒരു പരുവത്തിലാണ് ആക്കിയെടുക്കുന്നത്. കണ്ടോ, ടൈറ്റായിട്ട് വരണം. എന്നാൽ തീരെ ടൈറ്റല്ല, ഭയങ്കര ടൈറ്റല്ല, മീഡിയം ലെവൽ. നമുക്ക് പരത്തി ഇലയിലൊക്കെ പരത്തി എടുക്കാവുന്ന പരുവത്തിൽ, ഈ പരുവത്തിൽ നമ്മളിത് ആക്കിയെടുക്കുക. അപ്പം അടുക്കളയിൽ നിന്ന് മീൻചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇല്ല. അപ്പം ഞാൻ ഇതിൻ്റെ അടിയിൽ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ഇതിലേക്ക് ക്ലോസ് ആയിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചട്ടി ഇത് ചൂടാവട്ടെ. ചട്ടി ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ ഇലയുടെ ഇറക്കി വയ്ക്കും. അപ്പോൾ നമ്മൾ ഈ ഇലേന് ഇതിൻ്റെ മുകളിലൊന്ന് വയ്ക്കേണ്ട, ഇലയൊന്ന് വാടി കിട്ടാനായിട്ട് ഇല ഒന്ന് വാടി കിട്ടിയാൽ മതി. കാരണം ഇലയുടെ പച്ചപ്പ് പോകരുത്, പതുക്കെ ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഒരു തുള്ളി ഓയിൽ കേട്ടോ, ഒരു ഡ്രോപ്പ് മതി. ഒരു ഡ്രോപ്പ് ഓയിൽ നമ്മളതൊന്ന് ബ്രഷ് ചെയ്തെടുക്കുക. നമ്മൾ ഇതൊരു സ്കൂപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ഇടുക, പരത്തിയിടുക. ഒന്ന് പരത്തിയെടുക്കുക. കാരണം അത്ര കണ്ടമാനം കനം വേണ്ട, ലൈറ്റ് കനത്തിൽ മതി. പണ്ട് കഴിച്ചിട്ടുള്ള ഓർമ്മയെന്നാണ് ഞാനിത് ചെയ്യുന്നത്. പരത്തിയെടുത്തതിന് നമ്മൾ നേരെ ചട്ടിക്കകത്തേക്ക് ഇറക്കി വയ്ക്കുക. നമ്മൾ ചട്ടിയുടെ അകത്തേക്ക് ഈ സാധനത്തിനെ ഇറക്കി വെച്ചു. ഓക്കെ, അപ്പോൾ ഇനി അത് അവിടെ ഇരിക്കും. നമ്മുടെ അട റെഡി ആയിട്ട് അപ്പോൾ നമുക്കിതിനെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ അട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം ഇത് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒരു ആ ശർക്കരയും തേങ്ങയും അരിമാവും ജീരകവും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. നല്ലൊരു സംഭവമാണ് ഇത്. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന സംഭവമാണ്. നല്ല സാധനമാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ വാഴയിലയിൽ ചെയ്തുകൊണ്ട് ആ വാഴയിലയുടെ ടേസ്റ്റും കൂടെ ഇതിനകത്തേക്ക് വന്നു. സംഭവം പൊളി. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ട് ആ ബെൽ ഐക്കണിൽ അമർത്തുമ്പോൾ ഓൾ എന്നുള്ളത് വരും. അതിലമർത്തുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് വരും. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം, അതായത് നമ്മളുടെ വിജയം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുക. താങ്ക് യു.